ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് മഹാവ്യാഴമാറ്റത്തെ പറ്റിയാണ്. വ്യാഴമാറ്റം സംഭവിക്കുന്നത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ്. ഈ വ്യാഴമാറ്റത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ, വ്യാഴം തൻ്റെ ഏറ്റവും ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് 12 വർഷങ്ങൾക്ക് ശേഷം രാശി മാറി വരുന്ന ഒരു സമയമാണ്. ഈ ഒരു വ്യാഴമാറ്റത്തിന് അത്രമേൽ പ്രത്യേകതകളുണ്ട്. ഈ വ്യാഴം മാറുന്ന ഒരു വർഷക്കാലം വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു 6 രാശിയിൽ ഉൾപ്പെടുന്ന 18 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്യപൂർവമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ ഗുരുവാണ്, പൂർണ്ണ ശുഭഗ്രഹമാണ്. വ്യാഴം എപ്പോഴൊക്കെയാണോ രാശിക്ക് നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത്, ആ കാലഘട്ടം, ആ ഒരു വർഷക്കാലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വ്യാഴം ഉച്ചരാശിയിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് കർക്കിടകം രാശിയിലെത്തുന്നത്. ഇനി കർക്കിടകം രാശിയിലേക്ക് വ്യാഴം വരണമെന്നുണ്ടെങ്കിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സാധ്യമാവുക. ഈ ഒരു വർഷക്കാലം ഈ വ്യാഴമാറ്റം ഒരു 18 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഷ്ടനഷ്ടതകൾ ഒക്കെ വിട്ടൊഴിഞ്ഞ് ആ കഷ്ടകാലം വിട്ടുമാറി ഒരു നല്ല സമയം ആരംഭിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും ഇപ്പോൾ വ്യാഴ മഹാദശ നടക്കുന്നവരുണ്ടോ, ജാതകപ്രകാരം വ്യാഴം ശുഭനാണോ പാപനാണോ, അതല്ല മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നത്, അതിൽ വ്യാഴത്തിൻ്റെ അപഹാരം ആണോ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിലുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ലഭിക്കും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ജാതകം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന ദശാകാലങ്ങൾ, മുന്നോട്ടുള്ള ജീവിതം, ഭാവി, ഈ വ്യാഴമാറ്റം കർക്കിടകം രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനാകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കും എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഇനി ഈ ഒരു വ്യാഴമാറ്റം നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. പൊതുവെ നിങ്ങൾക്ക് വ്യാഴം അത്രമേൽ ശുഭനാണ്, പൂർണ്ണ ശുഭഗ്രഹമാണ്. വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് മേടം രാശിക്കാരെ സംബന്ധിച്ച് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനം, സുഖസ്ഥാനമായിട്ടാണ് വരുന്നത്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം തന്നെ മേടം രാശിക്കാർക്ക് ഭാഗ്യാധിപതിയാണ്, ഭാഗ്യത്തിൻ്റെ അധിപതി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറേ കാലമായി മേടം രാശിയിൽപ്പെട്ട വ്യക്തികൾ അനുഭവിച്ചു വരുന്ന പല കഷ്ടനഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും, സാമ്പത്തിക പ്രയാസങ്ങൾക്കും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും, അങ്ങനെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു വ്യാഴമാറ്റം എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പണം വന്നു ചേരുന്ന അനുഭവമുണ്ടാകും. നിങ്ങളുടെ ആ കടബാധ്യതകൾ, മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ ഒക്കെ മാറുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടും. മാനസികമായിട്ടും ഒരു സുഖം, സമാധാനം, സന്തോഷമുണ്ടാകും. വ്യാഴമെന്ന് പറയുന്ന ഭാഗ്യാധിപതിയാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച്. ഭാഗ്യം പലർക്കും പലതരത്തിലാണ്. ഭാഗ്യം തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. ചിലർക്ക് ആഗ്രഹിച്ച ഒരു നല്ല ജോലി ലഭിക്കുന്നത് മൂലം, മറ്റു ചിലർക്ക് ആരോഗ്യത്തിലുണ്ടാകുന്ന മുന്നേറ്റം, അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ, കടബാധ്യതകളിൽ നിന്നുള്ള മോചനം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സമാധാനം, സന്തോഷം, അങ്ങനെ പലതരത്തിൽ സ്വന്തമായ ഭൂമി, ഗൃഹത്തിനുള്ള യോഗം, ഇങ്ങനെ പല രീതിയിലായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. അപ്രതീക്ഷിതമായ യാത്രകൾ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമായിരിക്കും. പലർക്കും വിദേശ ജോലി, വിദേശവാസം, അതുപോലെ മേടം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം, ഉപരിപഠനം, ഇതൊക്കെ സാധ്യമാകുന്ന ഏറ്റവും നല്ല ഒരു വർഷക്കാലമാണ്. അവരവരുടെ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും, ശുഭകരമായിട്ടുള്ള പല ചിലവുകളും നടക്കുന്ന ഒരു കാലഘട്ടം. പലർക്കും വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലത്ത് അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന
പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ ഒരു വർഷക്കാലം ഈശ്വരൻ മേടം രാശിക്കാരായ ഓരോ വ്യക്തികൾക്കും നൽകും. നിങ്ങളെ സംബന്ധിച്ച് യാത്രകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ മനസ്സമാധാനം, സുഖം ലഭിക്കും. പിതാവ് പിതൃവഴിയിൽ ആ പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം, ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് അനുഭവത്തിൽ വരുന്നത്. സമയം വളരെ വളരെ അനുകൂലമാണ്. ജൂൺ 2 മുതൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആദ്യം പറഞ്ഞ പ്രകാരം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു വ്യാഴമാറ്റം മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ അത്രമേൽ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയും ചെയ്യും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് നിങ്ങൾക്ക് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം 2ാം ഭാവമായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടമാണ്. കർക്കിടകം രാശി എന്ന് പറയുന്നത് മിഥുനത്തിനെ സംബന്ധിച്ച് 2ാം ഭാവമായ ധനസ്ഥാനമാണ്. ഈ ഒരു വർഷക്കാലം വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം സാമ്പത്തികമായിട്ടുള്ള ഉന്നതി, ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം, അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. പല വ്യക്തികൾ പലയിടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. അതുപോലെ തന്നെ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് കർമ്മകാരകനായ ഗ്രഹമാണ്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ, ജീവനസ്ഥാനത്തിൻ്റെ അധിപതി. അപ്പോൾ വ്യാഴം കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഉയർച്ച ഉണ്ടാവുക, അതുമൂലവും ധാരാളം ധനവരവ് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി നല്ലൊരു ജോലി ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല ഉയർച്ച, നല്ല സ്ഥാനമാനങ്ങൾ, നേട്ടങ്ങൾ, ആഗ്രഹിച്ച ഇടത്തേക്കുള്ള സ്ഥലം മാറ്റം, ഇതൊക്കെ സ്ഥാനമാറ്റം, ഇതെല്ലാം വന്നു ചേരുന്ന അനുഭവം ലഭിക്കും. അതുപോലെ തന്നെ ഒരു ജോലി മാറ്റത്തിന് കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്, അത് മറ്റൊരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും കർമ്മസംബന്ധമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് മിഥുനരാശിയിൽപ്പെട്ട പലരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു മാറ്റമുണ്ടാകും. കുടുംബത്തിൽ പല മംഗളകാര്യങ്ങളും നടക്കുന്ന ഒരു വർഷക്കാലമാകും ഇത്. പലർക്കും ഗൃഹപ്രവേശം പോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതുപോലെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ഈ ഒരു വർഷക്കാലം വളരെ വളരെ ഉത്തമമാണ്. നല്ലൊരു വിവാഹം നടക്കുന്ന സമയം. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. പല കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടിടങ്ങളിലായിട്ടൊക്കെ മാറി താമസിക്കുന്നു അല്ലെങ്കിൽ വേർപിരിഞ്ഞ് കഴിയുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കതൊക്കെ വിട്ടുമാറി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം. നിങ്ങളുടെ വാക്കിന് തന്നെ വ്യാഴം വാക്സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ പറയുന്ന സമയത്ത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ വ്യാഴം നൽകുന്നത് അവരവരുടെ കർമ്മരംഗത്താണ്. ജോലി, ബിസിനസ് മേഖലയിലൊക്കെ മാറ്റമുണ്ടാകും. ഇപ്പോൾ ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു വരുന്നവരാണെങ്കിൽ അതിലൊക്കെ മാറ്റമുണ്ടായി നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ഉയരുക, ബിസിനസ്സിൽ കൂടെ ധാരാളം ധനവരവ് ലഭിക്കുക. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ആരംഭിക്കുവാൻ സാധിക്കും. എല്ലാ തരത്തിലും വ്യാഴമാറ്റം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ, ഉയർച്ച നൽകുന്ന ഒരു വർഷക്കാലമായിട്ട് മാറും. ഇനി അവരവരുടെ ജനന ജാതകപ്രകാരം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത്രമേൽ വ്യാഴം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനാകുന്ന സമയമായതുകൊണ്ട് മിഥുനരാശിക്കാരുടെ ഓരോരുത്തരുടെയും, ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നന്ദി.
ഓം ഭദ്രകാളിയേ നമ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു സുവർണ വർഷക്കാലമായിട്ട് ഈ 2026 ജൂൺ മുതൽ മുന്നോട്ട് അനുഭവത്തിൽ വരും. കർക്കിടകം രാശിയിലാണ് വ്യാഴം ഉച്ചസ്ഥനാകുന്നത്, പൂർണ്ണ ബലവാനാകുന്നത്. നിങ്ങളുടെ രാശിയിൽ, ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു വർഷക്കാലം കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളാൽ സാധിക്കും എന്നുള്ളതാണ്. ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു വർഷക്കാലം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ജീവിതത്തിലെ പരിശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. 10% പരിശ്രമിച്ചാൽ 100% ഫലം ലഭിക്കും എന്നുള്ളതാണ് സത്യം. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ്, ഋണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അതായത് കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്ന് കടം എന്ന് പറയുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് നൽകുന്ന ആ ഒരു കാര്യത്തെ മാറ്റിക്കളയുന്ന ഗ്രഹമാണ് വ്യാഴം. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പരാധീനതകൾ മാറ്റി നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്ന ഗ്രഹമാണ് വ്യാഴം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ്, സാമ്പത്തിക ഉയർച്ച ലഭിക്കും. എത്ര വലിയ കടബാധ്യതകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരാണെങ്കിലും അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകും. ജീവിതത്തിൽ പുതിയ വഴികൾ തെളിഞ്ഞു കിട്ടും. പുതിയ വഴിത്തിരിവുകൾ, അവസരങ്ങൾ ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന അനുഭവം, ആ രീതിയിൽ കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന സമയം, നടത്തിവരുന്ന ചികിത്സകൾ ഫലത്തിൽ ലഭിക്കുന്ന സമയം, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ഒരു വർഷക്കാലമായിട്ട് മാറും. ശാരീരികമായിട്ട് നല്ല ആരോഗ്യം ലഭിക്കുകയും അതിനുവേണ്ടി മുടക്കുന്ന ആ പണം, ആ പാഴ്ചിലവ് ഒക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നേരിടേണ്ടി വരുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക, പലതും നിങ്ങളെ വിട്ടൊഴിഞ്ഞു മാറുക, ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ ലഭിക്കുക. പൊതുവെ കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ ഭാഗ്യമുണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, സാമ്പത്തിക ഉയർച്ചകൾ, നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹം, ഭൂമിയോഗം, ഗൃഹയോഗം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്കൊരു നല്ല ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു വർഷക്കാലം നല്ല ജോലി ലഭിക്കും. ഒരുപാട് കാലങ്ങളായി ഒരു ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ നല്ലൊരു വിവാഹ ജീവിതം, മംഗല്യ ഭാഗ്യം ലഭിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങളും നന്മകളും കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. നല്ല അറിവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തും. വളരെ ആലോചിച്ച് ചിന്തിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ബുദ്ധി തെളിയുന്ന സമയം എന്ന് തന്നെ പറയാം. അത്രമേൽ വ്യാഴം നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന ഒരു സമയമാണ്. ഇതിനെ കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയത്ത് അവരവരുടെ ജീവിതത്തെപ്പറ്റി ആധികാരികമായിട്ട് മുന്നോട്ടുള്ള ദശാകാലങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു വ്യാഴമാറ്റം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. വ്യാഴം നിങ്ങൾക്ക് സർവാഭീഷ്ട സ്ഥാനത്ത് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാഴം നിങ്ങൾ കന്നിരാശിക്കാർക്കാണ് ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്നത്. കാരണം 11ാം ഭാവമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം, സ്ഥാനം. ആ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് ആദ്യം അനുഭവത്തിൽ വരുന്നത് മാനസികമായിട്ടുള്ള ഒരു സുഖം, സമാധാനം, സന്തോഷമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആ മനസ്സിനൊരു സന്തോഷം, സുഖം ലഭിക്കും. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു വർഷക്കാലമായിട്ട് മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, നിങ്ങളുടെ
ആരോഗ്യം നല്ല രീതിയിൽ വരുന്ന ഒരു കാലഘട്ടം, നിങ്ങളുടെ ജീവിതത്തിലെ പാഴ്ചിലവുകൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയം, നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു നല്ല സമ്പാദ്യം അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലം, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്ന സമയം, ജീവിതത്തിൽ ലാഭം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാകും. കഴിഞ്ഞ കുറേ കാലങ്ങളായി കർക്കിടകം രാശിക്കാരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കന്നിരാശിക്കാരായ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ലാഭം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിരിക്കുവാനുള്ള ഒരു സാധ്യതയില്ല. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും പലർക്കും തടസ്സങ്ങൾ, കഷ്ടതകൾ ആണ്. നമ്മളൊരു ശുഭകാര്യത്തിൽ നിന്ന് പറഞ്ഞ് പണം ചിലവഴിച്ചാലും അതൊക്കെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. അതല്ലെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നൊരു ഫലം, നമ്മൾ ആ പണം മുടക്കിയാലും പ്രതീക്ഷിക്കുന്നൊരു ഫലം തിരികെ ലഭിക്കുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ മുടക്കുന്ന പണത്തിന് അതിനനുസരിച്ചിട്ടുള്ളൊരു ലാഭം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരനുഭവം ഉണ്ടാകും. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയമാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കും. മാനസികമായും ശാരീരികമായിട്ടും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു വർഷക്കാലം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം, അതുപോലെ ഒരുപാട് കാലങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു ഭവനം, വീട് എന്ന ആഗ്രഹമുള്ളവർക്ക് അതിന് ഈശ്വരൻ യോഗം നൽകുന്ന സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി, മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനമായിട്ടും കന്നിരാശിക്കാരെ സംബന്ധിച്ച് പലർക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ഈ വ്യാഴമാറ്റത്തോടുകൂടി അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബത്തിൽ സുഖം, സമാധാനം, സന്തോഷമുണ്ടാകും. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം, ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു നല്ല ഗുണാനുഭവങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പല ബന്ധങ്ങളും ആ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തരായി നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറി ജീവിതത്തിൽ അത്രമേൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും. സാമ്പത്തിക ഉയർച്ച, ധനപരമായിട്ടുള്ള മുന്നേറ്റം, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യത, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, തൊഴിലിലൊക്കെ നല്ല ഉയർച്ചകൾ. അതുപോലെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ആശങ്കകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അവരിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് സുഖം, സമാധാനം നൽകുന്ന പല അനുഭവങ്ങളും വന്നു ചേരും. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. ആരോഗ്യപരമായ മുന്നേറ്റവും സാമ്പത്തിക ഉയർച്ചയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ വ്യക്തിപരമായ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. വ്യാഴം നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനാകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം, ഈ ഒരു വർഷക്കാലം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, ഉയർച്ചകളാണ് ലഭിക്കുക. ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. ഭാഗ്യം പലർക്കും പലതരത്തിലായിരിക്കും ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരിക. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ജോലി, അതുപോലെ ആരോഗ്യം, ധനപരമായ ഉയർച്ച, സ്വന്തമായ ഭൂമി, ഗൃഹം, ഇതിനുള്ള യോഗങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം എന്നിങ്ങനെ ലൗകികപരമായിട്ടുള്ള എല്ലാ സുഖാനുഭവങ്ങളും ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത്. സന്താന ഭാഗ്യം ലഭിക്കുക, അവരവരുടെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ, വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലെ ഉയർച്ചകൾ കണ്ട് മനസ്സ് നിറയുന്ന ഒരു വർഷക്കാലമായിരിക്കും. അവർക്ക് ഉയർ വിദ്യാഭ്യാസം, ഉപരിപഠനം, വിദേശ പഠനം, വിദേശ ജോലി, നല്ല വിവാഹം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ്.
അതുപോലെ സന്താനങ്ങളെ കൊണ്ട് വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്കും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ ഈ ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് വന്നു ചേരും. ധനപരമായ ഉയർച്ച, സാമ്പത്തിക ഉയർച്ച അത്രമേൽ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടം. കാരണം വ്യാഴം നിങ്ങൾക്ക് ധനകാരകനായ ഗ്രഹമാണ്. അപ്പോൾ ധനകാരകനായ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥനാകുന്ന കാലഘട്ടം അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെയായിരിക്കും പലതരത്തിലുള്ള സാമ്പത്തിക ഉയർച്ചകളും വന്നു ചേരുന്നത്. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനൊക്കെ ഈ ഒരു വർഷക്കാലം മാറ്റമുണ്ടാകും. സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടം. നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകാര്യങ്ങൾ, സന്താനഭാഗ്യമുണ്ടാവുക, നല്ലൊരു വിവാഹം നടക്കുക, ഗൃഹപ്രവേശം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലം തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്കും അനുഭവത്തിൽ വരും. അത്രമേൽ സമയം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് മനോകാരകൻ. ആ ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഭാഗ്യാധിപതിയുമാണ്. വ്യാഴം ഭാഗ്യാധിപതിയുടെ രാശിയിൽ ഉച്ചസ്ഥനാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് തെളിയും. മനസ്സിനെ അലട്ടിയിരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. അതുപോലെ സഹോദരങ്ങളുമായിട്ട് ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും അകൽച്ചകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വിട്ടുമാറി ആ കുടുംബത്തിലും സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെയുള്ള ബന്ധത്തിന് കൂടുതൽ ദൃഢതയുണ്ടാവുക. അവരുമായിട്ടൊക്കെ കൂടിച്ചേരാനുള്ള പല അവസരങ്ങളും വന്നു ചേരുക. ഇതൊക്കെ ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും. നിങ്ങളാൽ നിങ്ങളുടെ സഹോദരങ്ങളാൽ നിങ്ങൾക്കുമൊക്കെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കും. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങൾക്കതൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ പലർക്കും ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്ന സമയം. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക. ഭൂമി മൂലം നേട്ടങ്ങൾ, സാമ്പത്തിക ഉയർച്ചകൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് അത്രമേൽ വലിയ മാറ്റങ്ങളാണ് നൽകുക. അത് ചെയ്യുന്ന ജോലിയാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും, സാമ്പത്തിക ഉയർച്ചയാണെങ്കിലും, ദാമ്പത്യമാണെങ്കിലും, വിവാഹകാര്യങ്ങളിലാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ നൽകും. ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിലാകാം. അത് വളരെ വളരെ ഗുണകരമാകും. ഈ ഒരു വ്യാഴമാറ്റം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന നിലയിലാണ് ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് ഏഴരശനിയുടെ പിടിയിലമർന്ന് അത്രമേൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. മീനം രാശിക്കാരായ പല വ്യക്തികളും അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ നമുക്കൊരൊറ്റ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. അത്രമേൽ ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങളാണ്. പലർക്കും പലതരത്തിൽ പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് അനുഭവത്തിലില്ലാത്ത മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ജനന ജാതകപ്രകാരം അത്രമേൽ നല്ലൊരു ദശാകാലം നടക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും. ഏഴര ശനിയുടെ പിടിയിലമർന്ന് അത്രമേൽ ബുദ്ധിമുട്ടുന്നവരാണ്. പലർക്കും ജോലി നഷ്ടപ്പെട്ട അനുഭവം, അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, പണം സംബന്ധമായിട്ട് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായ ചതി, അതുപോലെ അപമാനങ്ങൾ എന്ന് വേണ്ട പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളിൽ കൂടെയാണ് പലരും കടന്നു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മീനം രാശിക്കാരായ നിങ്ങളുടെ രാശിയുടെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. മീന ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും. അങ്ങനെയുള്ള വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനാകുമ്പോൾ നിങ്ങൾക്കത് 5-ാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. അതായത് ഈശ്വരാനുഗ്രഹത്തെ കുറിക്കുന്ന ഭാവം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും, അത് സാമ്പത്തികമാണെങ്കിലും, ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിലും, ജോലി സംബന്ധിച്ചിട്ടാണെങ്കിലും, ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടാണെങ്കിലും, എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും അതിനൊക്കെ മാറ്റമുണ്ടാകുന്ന ഒരു വർഷക്കാലമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം, മനസ്സുഖം, സന്തോഷം ഇത് ലഭിക്കുന്ന ഒരു വർഷക്കാലം. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന മനപ്രയാസങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന സമയമാണ്.
അത്രമേൽ നിങ്ങൾക്ക് കാലം വളരെ വളരെ ഉത്തമമാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നല്ലൊരു ജോലി ലഭിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കുറേ കാലങ്ങളായിട്ട് ലഭിക്കാതിരുന്ന നല്ലൊരു പദവി ഉയർച്ച അല്ലെങ്കിൽ ശമ്പള വർധനവ്, സ്ഥാനമാനങ്ങൾ, ആഗ്രഹിച്ച ഇടത്തേക്ക് സ്ഥാനമാറ്റം, പദവി മാറ്റം, ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്കും വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ കർമ്മമേഖലയിൽ അനുഭവത്തിൽ വരും. ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർ, പുതിയ സ്ഥാപനത്തിലേക്കോ പുതിയ രാജ്യത്തേക്കോ ഒക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാലവും സമയവും വളരെ വളരെ ഉത്തമമായിരിക്കും. സ്വന്തമായി ഒരു തൊഴിൽ ബിസിനസ്സൊക്കെ നടത്തുന്ന മീനം രാശിക്കാരുടെ ജീവിതത്തിലും വളരെ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അത്രമേൽ വലിയ ഗുണഫലങ്ങൾ, നേട്ടങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളാൽ സാധിക്കും. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ രീതിയിൽ ഫലപ്രാപ്തി ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങളെ അപമാനിച്ചിരുന്നവർ, നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് മുദ്ര കുത്തിയിരുന്നവരൊക്കെ അവരുടെയൊക്കെ മുൻപിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടവും അവരുടെ ചിന്തകൾ തെറ്റാണ് എന്നുള്ളതും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹത്തോടുകൂടിയുള്ള ജീവിത മുന്നേറ്റം കണ്ട് മനസ്സിലാകുന്ന സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലഘട്ടം. വിവാഹം കഴിഞ്ഞ് ഏറെക്കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചികിത്സകളോ മറ്റു കാര്യങ്ങളോ നടത്തി വരുന്നവർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. അതുപോലെ അവരവരുടെ കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്രതീക്ഷിതമായി കുട്ടികൾക്കുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതുമൂലം സാമ്പത്തിക ബുദ്ധിമുട്ടും മനക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച്, മാതാപിതാക്കളെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന വിഷമതകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി അവരുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഉപരിപഠനം, വിദേശ പഠനം ഇതൊക്കെ അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു വർഷവും അവർക്ക് നല്ല ജോലി, വിവാഹം ഇതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. കുട്ടികളെ കൊണ്ട് മീനം രാശിക്കാരായ മാതാപിതാക്കളുടെയും മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ഇതൊക്കെ ലഭിക്കും. ഏറ്റവും നല്ലൊരു വർഷക്കാലമായിട്ട് ഇത് നിങ്ങൾക്ക് മാറും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഭൂമി സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമുണ്ടാകും. ഭൂമി ലാഭം ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കും, പൂർത്തീകരിക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു വർഷക്കാലം മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. അതുപോലെ നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹ ജീവിതം ലഭിക്കുന്ന ഒരു വർഷക്കാലം, മംഗല്യഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഇനി കൂടുതൽ വ്യക്തിപരമായി അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.